ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ വീഡിയോ സീരീസാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഈ വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും നമുക്കൊരു ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കമ്പനിയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയുന്നതും അതുപോലെ തന്നെ അതിനെ കുറച്ചുകൂടെ നല്ലവണ്ണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ട്രേഡിങ് പെർസ്പെക്റ്റീവിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ നമ്മൾ എന്തായാലും എല്ലാ ട്രേഡർമാരും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും പേരും ചെയ്യാറുണ്ട്, ചെയ്യുന്നത് തന്നെയാണ് നല്ലതും. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മണി എവിടെ പാർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ നമ്മളൊരു കമ്പനിയിൽ നമ്മുടെ മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചും ആ കമ്പനിയുടെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടും നമ്മൾ വളരെയധികം നല്ല രീതിയിൽ അറിവ് ഉണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനം വിൽക്കുന്നത്, എന്തൊക്കെയാണ് സർവീസസാണുള്ളത്, അതിൻ്റെ ഫിനാൻഷ്യൽസ് എങ്ങനെയാണ്, പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ ലോസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അനാലിസിസ് ഒന്നുമല്ല. നമ്മൾ വളരെ ചുരുങ്ങിയ ഭാഷയിൽ നമ്മളൊരു കമ്പനിയെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ്, എന്തൊക്കെയാണ് പ്രോഡക്റ്റ് ഉള്ളതെന്ന്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു കമ്പനിയാണ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. എന്നാലും അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബോഷ് എന്നുള്ള കമ്പനി പറയുകയാണെങ്കിൽ, ജെയിൻ ഇറിഗേഷൻ എന്നുള്ള കമ്പനി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കമ്പനീസിൻ്റെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ട്രേഡർക്ക് വളരെ ഇൻഡെപ്തായിട്ടല്ല, വളരെ ചെറിയ എന്നാൽ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും കമ്പനിയുടെ ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ലോസ്, അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള പ്ലാൻസുകൾ, അതുപോലെ തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽസ്, ഡിവിഡൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. പക്ഷേ അത് ക്വാർട്ടർ ടു ക്വാർട്ടർ വ്യത്യാസപ്പെടും. പക്ഷേ ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കമ്പനിയെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ നമുക്ക് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ HDFC ബാങ്ക് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു ബാങ്കിങ് സ്ഥാപനം തന്നെയാണ്. അപ്പോൾ HDFC ബാങ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ HDFC ബാങ്കിൽ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ സീരീസ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് HDFC ബാങ്കിൻ്റെ NSEയിലും BSEയിലും സെപ്പറേറ്റ് കോഡുകളുണ്ട്. എല്ലാ സ്റ്റോക്കൊക്കെ ഉണ്ടാവും. ആ ഒരു കോഡെന്ന് പറയുന്നത് HDFC ബാങ്ക് എന്നാണ് NSEയുടെ കോഡ് വരുന്നത്. നമ്മൾ അപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ HDFC ബാങ്ക് എന്നുള്ള കോഡ് തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ BSEയിൽ 500180 അതാണ് BSEയുടെ കോഡ്. നമ്മൾ ഇപ്പോൾ സെറോദയൊക്കെ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാർ, ബ്രോക്കർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാർ അതിലും HDFC ബാങ്ക് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് BSEയുടെ എക്സ്ചേഞ്ചും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. HDFC ബാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, HDFC ബാങ്കിൻ്റെ പൂർണ്ണമായ രൂപം എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ്. അതാണ് HDFC ബാങ്ക് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇത് ഒരു ഹൗസിംഗ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമായിരുന്നു. 1994 ആണ് മുംബൈ ബേസ് ചെയ്തിട്ട് ഇതൊരു ബാങ്കിങ് സ്ഥാപനമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബാങ്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഒന്നാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ കൺസ്യൂമർ ബാങ്കിങ്, കൊമേഴ്സ്യൽ ആയിട്ടുള്ള ബാങ്കിങ്, അതായത് കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു മേജറായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ട് HDFC ബാങ്കിൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സെറോദയുടെ ബാങ്കിങ് മെയിനായിട്ടുള്ളത് HDFC ബാങ്കിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്, ഈ ഫിനാൻസിൻ്റെ അതേപോലെ ഇൻഷുറൻസ് ലെവലിൽ ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള പ്രോഡക്ട്സ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്
ബാങ്കിങ് ലെവലിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള പോലെയുള്ള പ്രോഡക്ട്സുകളുണ്ട്. അതുപോലെ തന്നെ മോർട്ടേജ് ലോൺസ്, വീട് വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബാങ്കിങ് ഉണ്ട്, പ്രൈവറ്റ് ഇക്വിറ്റി കൊടുക്കുന്നുണ്ട്, വെൽത്ത് മാനേജ്മെൻറ്റ്, അതായത് ഫണ്ടിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രോഡക്ട്സുകളൊക്കെയാണ് മെയിനായിട്ട് HDFC ബാങ്ക് എന്നുള്ള സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ലാർജ് ക്യാപ്പ് സ്റ്റോക്കാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റോക്കുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. മെയിനായിട്ട് 3 കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചിട്ട് ആണ് സ്മോൾ ക്യാപ്പും മീഡിയം ക്യാപ്പും അതുപോലെ തന്നെ ലാർജ് ക്യാപ്പും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കമ്പനി എന്നാണ്. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ വളരെയധികം ഷെയറുകൾ അവൈലബിൾ ആണ്, അതെല്ലാം ആൾക്കാർ ആക്റ്റീവായി ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റിക്ക് ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. മിക്കവാറും ലാർജ് ക്യാപ്പ് കമ്പനികളിലും ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. അപ്പോൾ അത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലിയ ക്വാണ്ടിറ്റിയൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് വലുതായിട്ട് ട്രേഡ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. എംപ്ലോയീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2764 സിറ്റീസിലായിട്ട് 5500-ൽ പരം ബ്രാഞ്ചുകൾ HDFC ബാങ്കിന് ഇതുവരെ ഉണ്ട്. അതിലെല്ലാത്തിലും കൂടിയായിട്ട് 1,20,000-ൽ കൂടുതൽ എംപ്ലോയീസും ജോലി ചെയ്യുന്നുണ്ട്. ഈ HDFC ബാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രൈവറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ബാങ്കിങ്ങിൽ തന്നെ പലതര രീതിയിലുണ്ട്. പബ്ലിക് സെക്ടറുണ്ട്, പ്രൈവറ്റ് സെക്ടറുണ്ട്, കുറേ കൂടെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ളതുണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ ലാർജ് ക്യാപ്പിൽ, അതായത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാങ്കിലാണ് നമ്മുടെ ഫണ്ട് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗം അലോക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും ഈ HDFC ബാങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു, അതുപോലെ Nifty 50 അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഉള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സിന് ലിക്വിഡിറ്റി പ്രോബ്ലം സാധാരണ HDFC ബാങ്കിൽ വരാറില്ല. ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുകൊണ്ട് HDFC ബാങ്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻസിൻ്റെ കാര്യം, സ്റ്റോക്ക് ഓപ്ഷൻസ് പൊതുവേ ലിക്വിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിലും ആ ഒരു ലിക്വിഡിറ്റി കൂടിയ സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിനും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും HDFC ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് സ്റ്റോക്കാണ്. അതായത് നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ NSEയുടെ ഇൻഡെക്സ് ഉണ്ട്. ആ ബാങ്കിങ് സെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഡീസാണ്. അതിൽ തന്നെ വളരെ മേജർ പങ്ക് വഹിക്കുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Nifty 50 സ്റ്റോക്കിലും HDFC ബാങ്ക് അവൈലബിൾ ആണ്. Nifty 50 സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള 50 കമ്പനികളിലാണ് NSEയുടെ ഇൻഡീസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമ്പനിയിലും HDFC ബാങ്ക് ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം HDFC ബാങ്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനീസിൽ വരുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിന് Nifty 50-ൽ വളരെ നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. അതിന് ഒരു പ്രധാന കാരണം HDFC ബാങ്ക് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ HDFC ബാങ്കിനെ കുറിച്ച് അത്യാവശ്യം നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉള്ളതും അതുപോലെ നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്കാണ്, അതുപോലെ തന്നെ Nifty 50 സ്റ്റോക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലാണ് ടോപ്പിലിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് സ്റ്റോക്കാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിൽ ചെയ്യുന്നവർക്ക് അവരുടെ പ്രോഡക്റ്റും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള ഭാവിയിലുള്ള ഒരു ഡിമാൻഡും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നോർമൽ ട്രേഡിങ് ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സും നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാമായിരിക്കും. എന്നാലും ചില കമ്പനീസിലൊക്കെ നമ്മൾ റിസർച്ച് ആവശ്യമായിട്ട് വരും. അപ്പോൾ റെഗുലറായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് കമ്പനീസിൻ്റെ അവബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സീരീസ് കൂടി തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്.
നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് കാറ്റഗറീസിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ നിർദ്ദേശം പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രോഫിറ്റ് മാർട്ടിൻ്റെ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ബേസിക്കായുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ അസിസ്റ്റ് ചെയ്യുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് അതുപോലെ ഞാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ശരി.